വെറും 2 പൗണ്ട് കൊടുത്തിട്ട് 200 പൗണ്ടാണ് എനിക്ക് ലാഭം കിട്ടിയത്. കാർ ബൂട്ടിൽ നിന്നും മേടിച്ച മോതിരമാണ് കാണുന്നത്. ഇത് ഞാൻ നോർമൽ സാധാ മോതിരം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാ. ഒരു അമ്മാമ്മയാണ് എനിക്ക് തന്നത്, ബ്രിട്ടീഷുകാരത്തി. അപ്പോൾ മോതിരങ്ങൾ കുറച്ച് ഇങ്ങനെ ടേബിൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തെടുത്ത മോതിരമാണത്. 2 ഞാൻ മേടിച്ചു കേട്ടോ. 4 പൗണ്ട് കൊടുത്ത് 2 വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഒരു ഷോപ്പിൽ ഞാൻ ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇത് നിനക്ക് എങ്ങനെ ഈ മോതിരം കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ലേഡീസിൻ്റെ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോതിരം. ഞാൻ കാർ ബൂട്ടിൽ നിന്ന് മേടിച്ചതാ. എടാ ഇത് സാധാരണ ഇവിടെ കാർ ബൂട്ടിൽ കിട്ടാത്ത സാധനമാണത്. കാരണം ഇത് അങ്ങനെ സെയിൽ ചെയ്യണ സംഭവമല്ല, ഇത് വെഡ്ഡിങ് റിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ വെഡ്ഡിങ് റിംഗോ? അപ്പോൾ ആ ഒരു കടക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ കടയിൽ ആ ഒരു ഷോപ്പിലുള്ള ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഈ മോതിരം 100 തരാൻ പറഞ്ഞു. ഞാൻ കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തി ഈ ഒരു മാർക്ക് നോക്കി, ഈ ഒരു മാർക്ക് കണ്ടോ ഇവിടെ, ഈ ഒരു മാർക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് സിൽവർ ആണ് വിത്ത് ഡയമണ്ട് ആണ് ഈ കാണുന്ന കല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അവർ ഗൂഗിളിലേക്ക് കാണിച്ചു തന്നു, എടുത്തിട്ട് ഈ സെയിം തന്നെ മോതിരത്തെ കാണിച്ചു തന്നു. അപ്പോൾ ആരോ ഒരാൾക്ക് സമ്മാനിച്ച ഒരു വെഡ്ഡിങ് റിംഗ് ആണത്. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തന്നാണത്. ഡയമണ്ടിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വില വരും എന്ന് ചോദിച്ചാൽ പറഞ്ഞു 200 പൗണ്ടാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു. പോളിഷ് ചെയ്ത് വിറ്റോ 200 പൗണ്ട് ചുമ്മാ കിട്ടുമെന്ന് പറഞ്ഞു. ഈ ഒരു മോതിരത്തിന് കാർ ബൂട്ടിൽ പോയി വെറും 2 പൗണ്ടിന് മേടിച്ച മോതിരം സിൽവറിൻ്റെ. ഞാൻ ജീവിതത്തിൽ ഒരു സിൽവർ മേടിക്കാത്ത ആളാ. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ വന്നു പെട്ടതാ കാർ ബൂട്ടിൽ നിന്ന്. അതേസമയം അവിടെ കാർ ബൂട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ മോതിരങ്ങൾ. അത് മൊത്തം മേടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ ഉണ്ടായിരുന്നേനെ അതിൽ ചിലപ്പോൾ സിൽവറിൻ്റെ. ഒരു ഭാഗ്യമായി പോയി, തന്ന ആൾക്ക് നഷ്ടം.